Hi everyone, this is Vinci from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ ആപ്പിളിലെയും പുതിയ കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ ആപ്പിൾ റിലേറ്റഡ് കോണ്ടൻറ്റുകളും നിങ്ങളുടെ ഫോണിലെ നോട്ടിഫിക്കേഷൻ വരികയും നിങ്ങളത് മറന്നു പോകാതെ കാണുകയും ചെയ്യും. നമ്മുടെ തുടക്കത്തെ ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ iOS 16.2ൻ്റെ ബീറ്റ 3 ഇപ്പോൾ റിലീസായിട്ടുണ്ട്. അത് പബ്ലിക് ബീറ്റയും അതേപോലെ ഡെവലപ്പർ ബീറ്റയും ഇപ്പോൾ റിലീസായിട്ടുണ്ട്. പിന്നീട് നമ്മുടെ iOS 16ൻ്റെ കീനോട്ടിൽ ആപ്പിൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതാണ് നമ്മുടെ ഐഫോണിൽ എല്ലാ സെക്യൂരിറ്റി പാച്ചസും ഒരു 0.1 ഡെസിബിലാണ് പുതിയ അപ്ഡേഷനായിട്ട് വരുന്നത്. അതായത് ഇപ്പോൾ iOS 16.1.1 iOS 15.1.1 എന്ന് പറഞ്ഞ് ആ ഒരു 0.1 എന്നുള്ള ഡെസിമലിട്ട് പുതിയ അപ്ഡേഷൻ കൊണ്ടുവരുന്നത് ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ പേരിലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ബഗുകളുടെ പേരിലായിരിക്കും ഈ ഒരു പുതിയ അപ്ഡേറ്റ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് iOSന് ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് ആയിട്ട് മാത്രം ഒരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. അതിനെയാണ് നമ്മുടെ iOS 16.2a സെക്യൂരിറ്റി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഈ ഒരു അപ്ഡേഷൻ്റെ ഇപ്പോഴത്തെ മാറ്റങ്ങൾ നമ്മുടെ ഡെവലപ്പർ ബീറ്റാസും അതേപോലെ പബ്ലിക് ബീറ്റാസിനും മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്മുടെ iOS 16.2 ഡിസംബറിൽ, അതായത് മിഡ് ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും എന്തായാലും റിലീസ് ആവുന്നതായിരിക്കും. അതിൻ്റെ കൂടെ ഈ പറഞ്ഞ iOS 16.2a സെക്യൂരിറ്റി റെസ്പോൺസും എന്തായാലും റിലീസ് ആവുന്നതായിരിക്കും. അടുത്ത വന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ iPhone 15 സീരീസിലാണ്. iPhone 15 സീരീസിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എല്ലാ iPhone 15 സീരീസും USB-C ജമ്പ് ചെയ്യാൻ പോവാണ്. പക്ഷേ അവിടെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ iPhone 15 നോൺ പ്രോ സീരീസിൽ USB-C ടൈപ്പ് 2.0 ആയിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. അതായത് സെയിം ലൈറ്റ്നിങ് പിന്നിൻ്റെ ഡാറ്റ ട്രാൻസ്ഫറിങ് ആയിരിക്കും നമുക്ക് ഈ പറയുന്ന iPhone 15 നോൺ പ്രോ സീരീസിൽ അല്ലെങ്കിൽ നോൺ പ്രോ സീരീസിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷേ നമ്മുടെ പ്രോ സീരീസിൽ USB-C ടൈപ്പ് 3.2 ആണ് നമുക്ക് വരാൻ പോകുന്നത്. അതായത് നമ്മുടെ തണ്ടർ ബോൾട്ടിൻ്റെ സെയിം സ്പീഡും അതേപോലെ നല്ല ഡാറ്റ ട്രാൻസ്ഫറിങ്ങും ആയിരിക്കും ഈ പറഞ്ഞ USB-Cൻ്റെ 3.2ൽ വരാൻ പോകുന്നത്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ iPhone 14 ഇറങ്ങിയപ്പോൾ എല്ലാവരും നോക്കിക്കണ്ട ഒരു മേജർ ഫീച്ചറാണ് സാറ്റലൈറ്റിൻ്റെ ഒരു എമർജൻസി SOS എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്ഷൻ ആപ്പിൾ ഇപ്പോൾ ഒഫീഷ്യലി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ കാനഡയിലും അമേരിക്കയിലും മാത്രമാണ് ഇപ്പോൾ നമുക്ക് കിട്ടുള്ളൂ. അതേപോലെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടില്ല. നമുക്കിപ്പോൾ ഏതെങ്കിലും ക്ലൗഡി ആയിട്ടുള്ള സ്ഥലത്ത് കിട്ടില്ല. ക്ലിയർ വ്യൂ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ പറഞ്ഞ എമർജൻസി SOS നമുക്ക് ലഭിക്കുള്ളൂ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഒരു കാര്യം അതായത് ഈ ഒരു എമർജൻസി SOS 2 കൊല്ലത്തേക്ക് മാത്രമാണ് ഇപ്പോൾ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. അതേപോലെ തന്നെ വരും വർഷങ്ങളിൽ ലോകത്തിലെ എല്ലാ കൺട്രീസിലേക്കും ഈ ഒരു ഓപ്ഷൻ ആപ്പിൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓരോ കൺട്രിയിലെയും ഗവൺമെൻറ് പോളിസി അനുസരിച്ചായിരിക്കും ഇത് എത്രത്തോളം വേഗമായിരിക്കും ഓരോ ഓപ്ഷൻ വരുന്നത് നമുക്ക് നോക്കേണ്ടത്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നമ്മുടെ ആപ്പിൾ പ്രൊഡക്റ്റിന് ഏറ്റവും കൂടുതൽ വില കുറഞ്ഞ സമയം എപ്പോഴാണെന്ന് അറിയാമോ? അതാണ് ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയുന്നത്. ഈ ഒരു ബ്ലാക്ക് ഫ്രൈഡേ നമ്മളെ കേരളത്തിലൊന്നും പൊതുവേ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാറില്ല. അതേപോലെ താങ്ക്സ് ഗിവിംഗ് ഒന്നും അധികം പൊതുവേ ആരും സെലിബ്രേറ്റ് ചെയ്യാറില്ല. പക്ഷേ പുറത്തൊക്കെ, പ്രത്യേകിച്ച് അമേരിക്കയിലും കാനഡയിലൊക്കെ ഒരു ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. ഈ ഒരു പരിപാടി കാരണം ആപ്പിളിലെ എയർപോർട്ട് സെക്കൻഡ് ജനറേഷന് $100 കുറയുകയും അതേപോലെ M2യുടെ ഐപാഡ്, പുതിയതായിട്ട് ഇറങ്ങിയ M2യുടെ ഐപാഡിന് ഏകദേശം $250 വരെ കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് പുറത്തുള്ള എല്ലാ കൂട്ടുകാരും ഓരോ പുതിയ ആപ്പിൾ പ്രോഡക്ട്സ് വാങ്ങിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നമുക്ക് കേരളത്തിലല്ല, ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ഇന്ത്യയിലും ബ്ലാക്ക് ഫ്രൈഡേ വലുതായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് ഈ പറഞ്ഞ ബിഗ് ബില്യൺ സെയിൽ പോലെ ഒരു വലിയൊരു വില കുറവുള്ള സെയിൽ വേഗം തന്നെ വരട്ടെ എന്ന് വിചാരിക്കാം. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ iPhone 15ൻ്റെ കാര്യം പറയാനാണ്. iPhone 15ൻ്റെ ബോഡിയിൽ
ഒരു മാറ്റം വരുത്താൻ പോവുക. കാരണം നമുക്ക് ഇത്രയും നാളുണ്ടായ ആ ഒരു എഡ്ജ് ടു എഡ്ജ് ആയിട്ടുള്ള ബോഡി ആയിരിക്കില്ല ചിലപ്പോൾ വരാൻ പോകുന്നത്. നമ്മുടെ ഐഫോൺ 5Cനെ പോലുള്ള ആ ഒരു മോഡൽ ബോഡി ആയിരിക്കും വരാൻ പോകുന്നത്. അതും ടൈറ്റാനിയം കൊണ്ടായിരിക്കും ഈ പറഞ്ഞ ഐഫോൺ 15ൻ്റെ മോഡലുകൾ വരാൻ പോകുന്നത്. അടുത്ത ന്യൂസും അതേപോലെ അവസാനത്തെ ന്യൂസും എന്ന് പറയുന്നത് നമ്മുടെ എയർ ടാഗിൽ ഏകദേശം ഒരു 25% എല്ലാ എയർ ടാഗിലും പുതിയൊരു ഫേംവെയറിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷൻ ബാക്കിയുള്ള എല്ലാ എയർ ടാഗ്സിലും പതുക്കെ റോൾ ഔട്ട് ചെയ്ത് തന്നെയായിരിക്കും. ഇനി ഞാൻ നമ്മുടെ ആപ്പിൾ ന്യൂസിലില്ലാത്ത ഒരു കാര്യം പറയും. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ ഫിഫ വേൾഡ് കപ്പിൽ ഇഷ്ടമുള്ള പല ടീമുകളുണ്ടാവും. ഈ ഓരോ ടീമിൻ്റെയും ഒരു വാൾപേപ്പർ, അതായത് ഒരു വാൾപേപ്പർ അല്ല, ഒരു ജേഴ്സി വാൾപേപ്പർ നിങ്ങൾക്ക് ലഭിച്ചാൽ എന്താ ഇടാതിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഈ പറഞ്ഞ എല്ലാ ഫേവറേറ്റ് ഫുട്ബോൾ ടീമിൻ്റെയും ജേഴ്സി വാൾപേപ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഓരോ വാൾപേപ്പേഴ്സ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഗ്രാബ് ചെയ്യുക. അപ്പോൾ അത് ലഭിക്കാനായിട്ട് നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്താൽ മതി. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. ആൻഡ് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുള്ളാണെന്ന് കരുതുന്നു. അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ദയവായി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരികയും അത് നിങ്ങൾ മറന്നുപോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയും അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. ദിസ് ഈസ് Xavier signing from Erika.